എല്ലാവർക്കും നമസ്കാരം. ഈ ലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനായ പോലീസ് ഡ്രൈവറിനെ പറ്റിയാണ്. അതായത് സിവിൽ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രായപരിധി ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ മെഷർമെന്റിനൊക്കെ പ്രാധാന്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് പറ്റിയ അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നോട്ടിഫിക്കേഷൻ പറയുന്നു, ഈ കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. അപ്പോൾ ഒരു വാലിഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് PSC നൽകിയിരിക്കുന്നത്. ഇതിന്റെ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. കൃത്യമായിട്ട് ഒരു വേക്കൻസി, ഒരു നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് അത് നമുക്ക് ലിസ്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അറിയിക്കും. കൂടാതെ ഇതിന്റെ സാലറി 31,100 മുതൽ 66,800 വരെയാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതായത് നമ്മളുടെ സിവിൽ പോലീസ് ഓഫീസർ അപേക്ഷിക്കുന്ന പോലെ യാതൊരു തരത്തിലുള്ള ബറ്റാലിയനുകളും ഇവിടെ ഇല്ല. അതായത് KP3, KP1, KP4, SAP എന്നീ പറയുന്ന പോലെയുള്ള ഒരു ബറ്റാലിയനിലേക്കുള്ള എക്സാം അല്ല ഇത്. എന്താണ്, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. പുതിയ രീതിയിലുള്ള പുതിയതായിട്ട് നമ്മുടെ പ്രായപരിഷ്കരണമൊക്കെ വന്നതിന് ശേഷം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ പ്രായപരിധി 20 മുതൽ 32 വരെ ആക്കിയിരിക്കുന്നു. 32 വരെ ജനറൽ കാറ്റഗറിക്ക് 32 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് ഇത് എന്ന് ഓർത്തിരിക്കുക. കൂടാതെ SC, ST, OBC എന്നീ വിഭാഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രായ ഇളവും ഇവിടെ ഉണ്ടായിരിക്കും. പറയുന്നുണ്ട്, ദ അപ്പർ ഏജ് ലിമിറ്റ് ഷാൾ ബി റിലാക്സ്ഡ് അപ് ടു 35 ഇയേഴ്സ് കാൻഡിഡേറ്റ് ബിലോങ് അതർ ബാക്ക്വേർഡ്. 35 വയസ്സ് വരെയുള്ള OBC കാൻഡിഡേറ്റിനും 37 വയസ്സ് വരെയുള്ള SC, ST കാൻഡിഡേറ്റിനും ഒരു വാലിഡ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം, അപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി മേടിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് ഇത് എന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത നോക്കുക, ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ആണ് +2 ആണ്. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ഒന്ന് ഓർത്തിരിക്കുക. +2 ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. +2 മാത്രം പോരാ, ഇവിടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. മസ്റ്റ് പോസസ് കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് വിത്ത് ഡ്രൈവർ വാഡ്ജസ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് വേണ്ടത് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണ്. അപ്പോൾ പുതിയതായിട്ട് ലൈസൻസ് ഒക്കെ എടുത്ത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ PSCയുടെ നമ്മുടെ പ്രൊഫൈലിൽ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്നെലിജിബിൾ എന്നൊക്കെ കാണിക്കും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. ആരും അത് കണ്ട് ടെൻഷൻ ഒന്നും ആകണ്ട. കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കി വായിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിലെ ഡേറ്റാസ്, വിവരങ്ങൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ കാര്യം ഓർത്തോണം. ഇനി നോക്കിയേ, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. ആ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടായിരിക്കും, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈറ്റും അതേപോലെ ചെസ്റ്റിന്റെ എക്സ്പാൻഷനുമാണ് ഇവിടെ നോക്കുന്നത്. ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ് പറയുന്നത് നോക്കുക. എത്രയാണ്, 168 സെന്റിമീറ്റർ പുരുഷന്മാർക്കും 157 സെന്റിമീറ്റർ സ്ത്രീകൾക്കും, അതായത് വനിതകളായ അപേക്ഷകർക്കും നീളം ഉണ്ടായിരിക്കണം എന്നത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചെസ്റ്റിന്റെ അളവ് പറയുന്നുണ്ട്, >81 സെന്റിമീറ്റർ, അതായത് 81 സെന്റിമീറ്റർ ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ എത്ര ഉണ്ടായിരിക്കണം, 5 എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ റിസർവേഷൻ കാറ്റഗറിക്ക് കൃത്യമായിട്ടുള്ള ഇളവുണ്ട്. അത് എത്രയാണെന്ന് പറയുന്നുണ്ട്, 161 സെന്റിമീറ്ററും 76 സെന്റിമീറ്ററുമാണ്. അതായത് മിനിമം 161 സെന്റിമീറ്റർ ഹൈറ്റും 76 സെന്റിമീറ്റർ ചെസ്റ്റുമുള്ള ആളായിരിക്കണം നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ ഈ പോസ്റ്റിനേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. ഇതിനുശേഷമാണ് ഐയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്.
അത് നിങ്ങൾ ലിസ്റ്റിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഫിസിക്കലൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് പോകേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ഡോക്ടറെ കൊണ്ട് ഇതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് പോയാൽ മതി എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ പറയുന്ന പോലീസ് ഡ്രൈവർ എക്സാമിനേഷൻ. കൃത്യമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും. നമ്മളുടെ OACM ഡ്രൈവർ, അതേപോലെ എക്സൈസ് ഡ്രൈവർ എന്നീ പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ലേണിൽ പഠിച്ച കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നത് ഞാൻ പറയാം. അപ്പോൾ നോക്കുക, ഈ പരീക്ഷയ്ക്ക് 50 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് പഠിച്ചാൽ 50 മാർക്ക് നമുക്ക് തന്നെ കിട്ടും. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ CPO പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, അവിടെ ജോലിയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. VNS, BNSS, അതേപോലത്തെ IT ആക്ട്, ഇങ്ങനത്തുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ, പഴയ IPC ഒക്കെ മാറി ഇപ്പൊ BNS-ഉം BNSS ഒക്കെ വന്നിട്ടുള്ള കാര്യം നമുക്കറിയാം. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. ഇതിന്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്നായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള വിശകലനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ 30 മാർക്കിന് ഡ്രൈവിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാ പരീക്ഷകൾക്കും വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കൃത്യമായിട്ട് ഡ്രൈവർ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്ന കുറെ ഭാഗങ്ങളുണ്ട്. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ചില ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആ ക്ലാസ്സുകളൊക്കെ നോക്കി നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് നമ്മുടെ അഡ്മിഷൻ എടുക്കുക. കൃത്യമായിട്ട് തന്നെ നമുക്കൊരു പദ്ധതി ഉണ്ട്. ആ ടൈം ടേബിളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള പഠനത്തിലൂടെ നമ്മൾ ഇത് നേടിയെടുക്കുന്നതായിരിക്കും. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകള്, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകള്, ലൈവ് സെഷൻസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം എന്നിവ ലേണിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ലേണിൽ 3-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. യൂണിഫോം പോസ്റ്റിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആരും ഈ അവസരം പാഴാക്കരുത്. കൃത്യമായിട്ട് തന്നെ അപേക്ഷിക്കുക. കോഴ്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് നമ്മളെ വിളിച്ചാൽ മതി. നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വരാൻ പോകുന്ന പോലീസ് ഡ്രൈവർ പരീക്ഷ നമുക്ക് നേടിയെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെട്ടാൽ മാത്രം മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.